അപ്പോൾ ഹരി, സിനിമാ വിശേഷങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ? പുതിയ ഇപ്പോൾ 27-ാം തീയതി ചില സിനിമകൾ റിലീസാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ സിനിമകളുടെ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ട്. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഭുദേവ നായകനായി എത്തുന്ന SJ സിനു എന്നുള്ള മലയാളി ഡയറക്ടർ ആദ്യമായി തമിഴ് സിനിമ ചെയ്യുകയാണ്. ആ സിനിമയായ പേട്ട റാപ്പ്. സണ്ണി ലിയോണിയും വേദികയൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് വേഷങ്ങളിൽ എത്തുന്നത്. ആ ചിത്രത്തിലെ ഗാനം കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വാർത്ത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിലെ ഒരു സംവിധായകൻ, അദ്ദേഹം 2 സിനിമകളാണ് മലയാളത്തിൽ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തമിഴിലേക്ക് പോകുന്നു, തമിഴ് പ്രഭുദേവയെ നായകനാക്കിക്കൊണ്ടൊരു ചിത്രം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സിനിമയിൽ ഒരു ഗാനം കഴിഞ്ഞ ദിവസം റിലീസായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ ഇന്ന് മമ്മൂട്ടിയുടെ ചിത്രം ആരംഭിക്കുകയാണ്, ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് എന്നുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 7 ആ സിനിമയാണ്, ടൈറ്റിൽ ഇട്ടിട്ടില്ല. നവാഗതനായ ജിതിൻ കെ ജോസാണ് സംവിധായകൻ. മമ്മൂട്ടി ഇതിൽ വില്ലൻ വേഷത്തിലാണോ എത്തുന്നതെന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണെന്ന് സംബന്ധിച്ചൊരു ധാരണയൊന്നുമില്ല. പക്ഷേ ഇന്ന് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാറുന്നത് എന്നുള്ളത് തന്നെയാണ്. സിനിമ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, അതോടൊപ്പം തന്നെ തുമ്പാട് എന്ന ചിത്രത്തിലെ സംവിധായകൻ അതിൻ്റെ 2ാം ഭാഗം സംവിധാനം ചെയ്യുന്നില്ല എന്നുള്ളതും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ അണിയറ പ്രവർത്തകർക്കും ആശംസകൾ നൽകിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ റീ റിലീസൊക്കെ തന്നെ നടന്നിരുന്നു. അതിൻ്റെ റീ റിലീസ് സംബന്ധിച്ച് ഏകദേശം 9 ദിവസത്തിനുള്ളിൽ 18 കോടിയൊക്കെയാണ് ആ ചിത്രം നേടിയിരിക്കുന്നത്. ആ സിനിമയുടെ 2ാം ഭാഗം സംവിധാനം ചെയ്യാൻ താനില്ല എന്ന സംവിധായകനും അറിയിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. ശ്രുതി, ഇത് തന്നെയായിരിക്കാം. പ്രത്യേകിച്ച് തുമ്പാടിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഡയറക്ടറല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഭുദേവ ചിത്രത്തിലെ ഗാനം റിലീസായി. അതോടൊപ്പം തന്നെ ഗുമസ്തൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറും കൂടി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. അതിൽ ബിബിൻ ജോർജും ദിലീഷ് പോത്തനുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമയാണെന്നാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെയാണ് കഥ ഇന്ന് വരെ എന്ന സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായിരുന്നു. ആ ചിത്രത്തിലെ ഒരു ഗാനത്തിന്റെ വീഡിയോ സോങ്ങും കൂടി റിലീസായിരുന്നു. ബിജു മേനോനും മേതൽ ദേവികയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അതിന്റെ സംവിധായകനായ വിഷ്ണു മോഹൻ ആണ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മോടൊപ്പം അതിഥിയായി ചേർന്നിരുന്നതാണ്. ആ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും സിനിമാ മേഖലയിലെ വാർത്തകൾ ഇതൊക്കെയാണ്. ചിത്രം ഇന്ന് ആരംഭിക്കുന്നുള്ളത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആണ്. എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആണ്. ഹരി, അപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് സ്പോർട്സിൽ എന്തെങ്കിലും സ്പോർട്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സീരിയസ് വിഷയം എന്ന് പറഞ്ഞാൽ ശ്രീജേഷിനോടുള്ള അവഗണന, സർക്കാർ കാണിക്കുന്ന ഒരു അവഗണനയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ, വെങ്കല മെഡൽ നേടിക്കൊണ്ടാണ് ഇന്ത്യൻ ഹോക്കി ടീം എത്തിയത്. അതിനുശേഷം അനുമോദന ചടങ്ങ് നടക്കുമെന്ന് പറഞ്ഞു, അത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. അതോടൊപ്പം 2 കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു, അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെസ് താരങ്ങൾ തിരിച്ചു വന്നപ്പോൾ തന്നെ 25 ലക്ഷം രൂപ അതിൽ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ ഉൾപ്പെടെ അന്ന് തന്നെ തിരിച്ചു വന്ന ആ ദിവസം തന്നെ കൊടുത്തതാണ്. അപ്പോഴാണ് ഇതുപോലെ ഒളിമ്പിക്സിൽ പോയി വെങ്കലം മെഡൽ, അത്രയും മികച്ച പ്രകടനം. സത്യം, ശ്രീജേഷിനെ വാഴ്ത്തിപ്പാടാത്ത ഒരു മാധ്യമങ്ങളുമില്ല. കാരണം ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല മെഡൽ നേടിക്കൊടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച നമ്മുടെ ഗോൾ കീപ്പർ ശ്രീജേഷിനുള്ള അവഗണന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ള വാർത്ത. 2 കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് ഇതുവരെ ശ്രീജേഷിന്റെ കൈകളിലേക്ക് എത്തിയിട്ടില്ല. അനുമോദന ചടങ്ങ് നീട്ടിക്കൊണ്ടു പോകുന്നു. അതെന്തുകൊണ്ടാണ് ഈ അവഗണന എന്നുള്ള സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി. ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ലല്ലേ? ഇല്ല, അങ്ങനെയില്ല. പക്ഷേ ആ ചടങ്ങുകൾ നീട്ടിക്കൊണ്ടു പോകുന്നു. അദ്ദേഹം സംയമനം പാലിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. ഒരാളുടെ ക്യാരക്ടർ എന്നുള്ളത് കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, പാരീസ് ഒളിമ്പിക്സിൽ പോയി ആ ഒരു നേട്ടം സ്വന്തമാക്കുക എന്നത് പോലും നിസ്സാരമല്ല. അപ്പോൾ സ്വന്തം നാട്ടിൽ ഇങ്ങനെ തഴയപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദനാജനകമായ ഒരു വാർത്ത. മറ്റൊന്ന്, ഒരു ചരിത്ര നേട്ടം വെസ്റ്റ് ഇൻഡീസ് താരമായ നിക്കോളാസ് പൂരൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കരീബിയൻ പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഒരു കലണ്ടർ ഇയറിൽ T20 ക്രിക്കറ്റിൽ നടത്തുന്ന ഏറ്റവും കൂടുതൽ 6s നേടുന്ന ഒരു താരമായി അദ്ദേഹം മാറുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോം ഞെട്ടിപ്പിക്കുന്നതാണ്. വെസ്റ്റ് ഇൻഡീസ് താരങ്ങളെ തന്നെ സംബന്ധിച്ചിടത്തോളം നിക്കോളാസ് പൂരൻ നൽകുന്ന ഒരു വാഗ്ദാനം അത്രമേലാണ്. അദ്ദേഹം പലപ്പോഴായി മിഡിൽ ഓർഡർ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പോൾ അദ്ദേഹം ഇനി 3ൽ വരുന്നു. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് നടത്തുന്നത്. ക്രിസ് ഗെയിലിന് ഒരു പകരക്കാരനൊക്കെ ആയിട്ട് നിക്കോളാസ് പൂരൻ മാറുന്നതായിട്ടുള്ള കാഴ്ച വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുട്ബോൾ മേഖലയെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സിയുടെ ഒരു വാർത്തയാണ് വരുന്നത്. ലയണൽ മെസ്സി ഇന്റർ മിയാമി ക്ലബ്ബ് വിടുന്നു എന്നത് സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ കരാർ പൂർത്തിയാവുകയാണ്. അതിനുശേഷം അത് പുതുക്കുന്നില്ല. ആ പുതുക്കാതെ തന്നെ അദ്ദേഹം വീണ്ടും മറ്റൊരു ക്ലബിലേക്ക് പോകാനാണ് സാധ്യത. അദ്ദേഹം അർജന്റീനിയൻ ക്ലബിൽ, അദ്ദേഹം തുടക്കം കുറിച്ച ക്ലബിലേക്ക് തന്നെ മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ
മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം കരാർ പുതുക്കുന്നില്ല എന്നത് സംബന്ധിച്ച് വ്യക്തമായ അപ്ഡേറ്റുകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇന്റർ മിയാമി വിടുകയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായി മാറുന്ന ഒരു വാർത്ത. കാരണം ഇന്റർ മിയാമിയിലേക്ക് മാറിയതിനു ശേഷം ഇന്റർ മിയാമി ക്ലബിന്റെ തന്നെ ഒരു മുഖച്ഛായ മെസ്സിയിലൂടെയായി മാറി. അത്രമേൽ ആരാധകർ ആ ക്ലബിനെ ഫോളോ ചെയ്തും തുടങ്ങി. പക്ഷേ ഇന്റർ മിയാമി വിടുമ്പോഴേക്കും എന്തായിരിക്കാം ഒരു സൗദി ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയായിരിക്കാം മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതും അറിയേണ്ടതായിട്ടുള്ള കാഴ്ചയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള. അപ്പൊ നമ്മുടെ മോർണിംഗ് വൈബ്സിലെ സ്പോർട്സ് കിട്ടി, ഒപ്പം സിനിമയും പ്രേക്ഷകർക്ക് കിട്ടി അല്ലേ ഹരി? അപ്പൊ അതിന് സമ്പന്നമായിട്ട് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് കുറെ അധികം വാർത്തകൾ എത്താറുണ്ട്. ഫാസ്റ്റ് ന്യൂസുമായിട്ട് ദിൽന ചേരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.